ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. മാഗി നൂഡിൽസ് കൊണ്ട് ഒരു അടിപൊളി നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിന് ഞാൻ 3 പാക്കറ്റുള്ള ഒരു ബിഗ് പാക്കറ്റ് നൂഡിൽസാണ് മാഗിയുടേത് എടുത്തിരിക്കുന്നത്. നൂഡിൽസ് ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നീളത്തിലരിഞ്ഞ ക്യാബേജ് 2 കപ്പ്, അതുപോലെ നീളത്തിലരിഞ്ഞ ക്യാരറ്റ് 2 കപ്പ്, നീളത്തിലരിഞ്ഞ സവാള 2 കപ്പ്, നീളത്തിലരിഞ്ഞ ബീൻസ് 1 കപ്പ്, ഇഞ്ചി പൊടിയായി അരിഞ്ഞ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്ത്. ഇത്രയും സാധനങ്ങളാണ്. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ സെലറിയും 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അണിയനും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും ഇട്ട് പറ്റിച്ച് പിച്ചിക്കീറി എടുത്തതാണ്. അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. 4 മുട്ട, 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇട്ട് നന്നായി അടിച്ച് സ്ക്രാമ്പിൾ ചെയ്യാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് മുട്ട നന്നായി അടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് സ്പാച്ചുല കൊണ്ട് നന്നായി ഇളക്കി സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റി വയ്ക്കാം. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ റിഫൈൻഡ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് ഒഴിച്ച് ഒന്ന് ഇളക്കി പതഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ക്യാരറ്റും ബീൻസും ക്യാബേജും പച്ചമുളകും എല്ലാം ചേർത്ത് വഴറ്റാം. വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ച് പെട്ടെന്ന് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസിൻ്റെ നിറം മാറരുത്, ക്രഞ്ചിനെസ്സും മാറരുത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് വെജിറ്റബിൾസിൻ്റെ കളറും ക്രഞ്ചിനെസ്സും മാറാതെ വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസ് ഒന്ന് വഴന്നാലുടൻ നമുക്കിതിലേക്ക് ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞതും സെലറിയും സ്പ്രിംഗ് അണിയനും അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തതും ചിക്കനും എല്ലാം ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കാം. ഈ സമയം നമുക്ക് കരളും ചെമ്മീൻ വേവിച്ചതുമൊക്കെ ചേർക്കാവുന്നതാണ്. ഈ സമയം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ്, ഷെസ്വാൻ സോസ് ഇതൊക്കെ ടേസ്റ്റ് നോക്കി ചേർക്കാവുന്നതാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഷെസ്വാൻ സോസ് കൂടുതൽ ചേർക്കാവുന്നതാണ്. നൂഡിൽസിന് ഷെസ്വാൻ സോസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം മാഗി ചിക്കൻ ക്യൂബ്സ്, ടേസ്റ്റ് മേക്കേഴ്സ് അതെല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നൂഡിൽസും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് സർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. കവറിലെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നൂഡിൽസ് തയ്യാറാക്കി വയ്ക്കാവുന്നതാണ്. ഞാൻ നൂഡിൽസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഒരു പാനിൽ 1.5 ലിറ്റർ വെള്ളം തിളയ്ക്കാൻ അടുപ്പിൽ വയ്ക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിടുക. വെള്ളം വെട്ടിത്തിളങ്ങുമ്പോൾ ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെന്തോന്ന് നോക്കുക. വെന്തതിന് ശേഷം ഒരു നെറ്റിലേക്ക് കോരുക.
കോരിയെടുത്തതിന് ശേഷം പശ കളയുന്നതിന് പൈപ്പിൻ്റെ കീഴിൽ പിടിക്കുകയോ തണുത്ത വെള്ളം ഒഴിക്കുകയോ ചെയ്യുക. തണുത്ത വെള്ളം ഒഴിച്ച് കഴിയുന്നതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇളക്കിയിടുക. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് വെജിറ്റബിൾ മിക്സിൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇത്തരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.